വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ. RBIയുടെ മോണിറ്ററി പോളിസി നാളെ പ്രഖ്യാപിക്കാനിരിക്കെ നിക്ഷേപകർ എന്തു പ്രതീക്ഷിക്കുന്നു? ഈ സാമ്പത്തിക വർഷത്തിന്റെ സെക്കൻഡ് ക്വാർട്ടറിൽ GDPയിൽ നേരിടേണ്ട വന്ന തകർച്ച മൂലം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞേക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റെപ്പോ റേറ്റിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. റിപ്പോ റേറ്റ് 6.5% തന്നെ തുടരാനാണ് സാധ്യത. കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് അപ്പർ ടോളറൻസ് ലിമിറ്റ് ആയ 6%-ലും ക്രോസ് ചെയ്ത് 6.2 എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ 4.8%-ലേക്ക് എത്തിക്കാം എന്നാണ് RBI പ്രതീക്ഷിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഉണ്ടാവുന്ന വർധനവും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഗ്രോത്ത് കൺസേൺസ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിംഗ് മേഖലയിലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിലും ഉണ്ടായ തകർച്ച മൂലം ഇക്കണോമിക് ഗ്രോത്ത് 5.41% താഴ്ന്നു. 6.2% മുതൽ 6.4% വരെ ഉയർച്ചയാണ് 2025 ഫിനാൻഷ്യൽ ഇയറിൽ എക്കണോമിക് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത്. ഇത് പക്ഷേ മുൻപ് പ്രതീക്ഷിച്ചിരുന്ന 7.2% ഗ്രോത്ത് റേറ്റ് എന്ന കണക്കിന് മേലുണ്ടാകുന്ന തിരിച്ചടിയാണ്. ഫോറക്സ് ഇന്റർവെൻഷൻസും GST പേയ്മെന്റും മൂലം ടൈറ്റ് ബാങ്കിംഗ് ലിക്വിഡിറ്റി ഉണ്ടായ സാഹചര്യത്തിൽ നാളെ RBI ഒരു CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ OMO അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പ്രഖ്യാപിച്ചേക്കും. എനിവേ, സ്റ്റേ ട്യൂൺ വിത്ത് ദി ഫൈനൽ റിസൾട്ട്സ്. നാളെ RBI മോണിറ്ററി പോളിസി പ്രഖ്യാപനത്തിന് ശേഷം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ടിൽ ദെൻ, ബൈ.